ഹായ് ഡിയർ വ്യൂവേഴ്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവർക്കും MrandMrsന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കിട്ടില്ല ബീഫ് റോസ്റ്റ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണല്ലേ ബീഫ് റോസ്റ്റ്. എങ്ങനെ നമുക്ക് ഉണ്ടാക്കാമെന്ന് നിങ്ങൾക്ക് കാണാം. അതിന് മുമ്പായി നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യൂവേഴ്സ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എന്നിട്ട് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കിട്ടിക്കൻ ബീഫ് റോസ്റ്റ് തയ്യാറാക്കുന്നത് നോക്കാം. ഇവിടെ നമ്മൾ 1/2 കിലോ ബീഫാണ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെക്കാനുണ്ട്. അതിന് ഞാൻ ആദ്യം തന്നെ ഒരു 3-4 വറ്റൽമുളകും ഒരു 4-5 കൊച്ചുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇതിനെ നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി നമ്മൾ ആദ്യം വെക്കണം. ഇനി ഇതിനകത്ത് കുറച്ച് പൊടികൾ ചേർക്കണം. ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്, പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, അതൊരു 1/4 ടീസ്പൂൺ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മുളക് പൊടി 1 സ്പൂൺ, ഇനി മല്ലിപ്പൊടി അത് ഒരു 1/4 സ്പൂൺ മതിയാവും. പിന്നെ പെപ്പർ പൗഡർ അത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച്, ബീഫിന് ഇച്ചിരി കൂടുതൽ നിന്നോട്ടെ. അതിനുശേഷം ഗരം മസാല ഒരു 1/4 ടീസ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് അതൊരു സ്പൂണ്, പിന്നെ നമ്മൾ ആദ്യം അടിച്ചു വെച്ച ആ പേസ്റ്റ്, പിന്നെ കുറച്ച് കറിവേപ്പില. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് തൈര് ചേർക്കുന്നുണ്ട്. അത് 1 സ്പൂൺ തൈര് പുളി അനുസരിച്ച് ചേർക്കുക. ഇനി നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു 1/2 മണിക്കൂർ നമുക്ക് വെക്കണം. ഈ 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് വഴട്ടിയെടുക്കണം. അപ്പം നമുക്കിനി അതിലോട്ട് കിടക്കാം. അപ്പം അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കിനും നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കുക. വെളിച്ചെണ്ണ ആകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ്. എന്നിട്ട് ചൂടായി വരുമ്പോഴത്തേക്കിന് നമ്മൾ കുറച്ച് തേങ്ങാക്കൊത്ത്, നമുക്ക് ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇത് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടും. പിന്നെ ഇതിനകത്ത് വെളുത്തുള്ളി ഇഞ്ചിൻ്റെ പേസ്റ്റും പിന്നെ കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യം തന്നെ. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്കൊരു പച്ചമുളക് അത് നടുവേ കീറിയിട്ട് 4ആയിട്ട് കീറിയിടാം. എന്നിട്ട് ഇത് ഇത്രയും കൂടെ നമുക്ക് ആദ്യം ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് നമ്മൾ കുഞ്ഞുള്ളി അല്ലെങ്കിൽ സവോള ഏതെങ്കിലും ചേർക്കാം. അപ്പോൾ ചെറിയ ഉള്ളിയാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ചെറുതായിട്ട് അരിയുക. സവോള ആണെങ്കിൽ ഞാനിത് കുഞ്ഞായിട്ടാണ് അരിഞ്ഞേക്കുന്നത്, അപ്പോൾ കുഞ്ഞായിട്ട് തന്നെ അരിയുക. എന്നിട്ട് ഇത് വഴണ്ട് വരാൻ വേണ്ടി ലേശം ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. വെച്ചാൽ നന്നായിട്ട് അങ്ങ് ഡീപ്പ് വഴറ്റിയെടുക്കുന്നില്ല, ചെറുതായിട്ട്. അപ്പോൾ അത് വഴറ്റി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് മസാല ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അതിന് വേണ്ടി കുറച്ച് 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാല പൊടി, പിന്നെ ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി. ഇത് 3ഉം കൂടെ നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കുകയാണ്. അപ്പം നമ്മൾ ഡയറക്റ്റ് ഇതിനകത്ത് ചേർക്കുന്നില്ല, ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. എന്നിട്ട് ഈ വഴണ്ട സവോളയ്ക്കകത്തോട്ട് ഇത് നമ്മൾ ചേർത്ത് കൊടുത്ത് ഇളക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ സവോള ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്, ഇത്രയും മതി. ഇനി നമുക്ക് ഇത് 1/2 മണിക്കൂറായി നമ്മുടെ ബീഫ് മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടില്ലേ. അപ്പോൾ ഈ 1/2 മണിക്കൂറായ ബീഫിലോട്ട് നമ്മൾ ഈ സവോള വഴറ്റി വെച്ച് മിക്സിങ് എല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കുക. ഇളക്കിയ ശേഷം ഇനി നമുക്കിതിനെ കുക്കറിൻ്റെ അകത്ത് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇവിടെ ബീഫ് ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. 5 വിസിൽ കേൾപ്പിച്ചാണ് വേവിച്ചത്. നാടൻ ബീഫായിരുന്നു, അപ്പോൾ 5 വിസിൽ മതി. 5 വിസിൽ നമുക്ക് ആവശ്യത്തിനുള്ള വേവ് കിട്ടിയിട്ടുണ്ട്. വെന്ത് പൊടിയൊന്നും ചെയ്യല്ലോ ഒരിക്കലും. ഇതിനിപ്പോൾ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം, ചാറായിട്ടുള്ള കറിക്ക് വേണം ഇങ്ങനെ യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ ഇവിടെ റോസ്റ്റ് ആയതുകൊണ്ടിട്ട് നമ്മളൊരു കടായി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു അല്പം മാത്രം എണ്ണ എടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കുകയാണ്. ഒത്തിരി എണ്ണ വേണ്ട, ഇച്ചിരി മതി. എന്നേശം നമ്മൾ ഈ ബീഫ് എല്ലാം കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഫ്ലെയിം ഒത്തിരി കൂട്ടി വെക്കരുത്, പെട്ടെന്ന് അത് കരിഞ്ഞിതാവും. നോൺ സ്റ്റിക്ക് ആണെങ്കിലും പെട്ടെന്ന് കരിവാവും. അപ്പോൾ നമ്മൾ ഫ്ലെയിം നല്ല സ്ലിമ്മിലാക്കുക തന്നെ വെച്ചിരിക്കുക, മീഡിയം ടു സ്ലിം ആക്കി വെക്കുക. എന്നിട്ട് നമ്മളിതിനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ ഇതിന് ഇതിൻ്റെ അകത്തോട്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി ബീഫിന് ചേർക്കുന്നത് എത്രപോലും നല്ല ടേസ്റ്റ് ആണെന്ന് എനിക്കറിയാമല്ലോ, പറയാതെ തന്നെ സ്മെല്ലും കിട്ടും. അപ്പോൾ നമ്മൾ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ഉപ്പുണ്ടോ നോക്കിയിട്ട് ഉപ്പ് കുറവായത് കൊണ്ടിട്ട് ഇച്ചിരി ഉപ്പ് പൊടി ചേർത്ത് കുറച്ച് കറിവേപ്പില ഇവിടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിനെ നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് അധികം സമയമെടുത്ത് റോസ്റ്റ് ചെയ്യണം. കാരണം ഇളക്കി കൊടുക്കണം കേട്ടോ ഇടയ്ക്ക്. കാരണം ഇത് ഇച്ചിരി ക്വാണ്ടിറ്റി ഇത് ഇച്ചിരി കൂടുതലായത് കൊണ്ടിട്ട് നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാൻ ഇച്ചിരി ഏറെ സമയം വേണം. ഇനിയിപ്പോൾ ഇത് കറിയായിട്ട് തന്നെ ഞാൻ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞില്ല, അപ്പോൾ അത് അങ്ങനെ തന്നെ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് കറിയായിട്ട് യൂസ് ചെയ്യാം. വേണമെങ്കിൽ കുറച്ച് മാത്രം എടുത്ത് റോസ്റ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയാലും ചെയ്യാം. ഇതേപോലെ ഒരു ചീഞ്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം കുരുമുളക് പൊടിയും കറിവേപ്പിലയും ഒക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വളരെ ലൈറ്റായിട്ട് തന്നെ ഫ്ലെയിം വെച്ചിട്ട് ഇളക്കി കൊടുത്ത് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റോസ്റ്റ് പെട്ടെന്ന് എടുക്കാം. ഇച്ചിരി മതിയല്ലോ, മൊത്തത്തിൽ എടുക്കുമ്പോഴാണ് കുറച്ച് താമസം വരുന്നത്.
അപ്പോൾ ഈ ബീഫ് റോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൽ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം ഇനി അടുത്തൊരു പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് എനിക്ക് അറിയിക്കുക. ബൈ ബൈ.